ഹർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KCS റൂൾസിൻ്റെ അമെൻഡ്മെൻറ്റ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിന് തുടർച്ചയായിട്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 10ാമത്തെ ചാപ്റ്ററാണ്, അതായത് ലിക്വിഡേഷൻ, സമാപ്തീകരണം സംബന്ധിച്ചുള്ള അതിൻ്റെ റൂൾസിൽ ആദ്യം റൂൾ 69 ചെറിയ രണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ രണ്ട് മാറ്റങ്ങളാണെങ്കിലും അത് കാലയളവ് സംബന്ധിച്ചുള്ള കാര്യമാകൊണ്ട് പ്രധാനപ്പെട്ടതാണ്. ആദ്യം റൂൾ 69 സബ് റൂൾ 10 നമുക്ക് നോക്കാം. അപ്പം നിലവിൽ സബ് റൂൾ 10 പറഞ്ഞിരുന്നത് ലിക്വിഡേഷന് ശേഷം തുക ബാക്കിയുണ്ടെങ്കിൽ അത് 2 വർഷത്തിന് ശേഷം പൊതു ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് മാറ്റാമെന്നാക്കിയിട്ടുണ്ട്. നേരത്തെ 3 വർഷം എന്നതായിരുന്നു. അപ്പം നിലവിൽ if even on the expiry of 3 years from the date of deposit such amount remains unpaid, the registrar may on his own motion or on the application of the liquidator or on the joint registrar of the district concerned pass an order directing that the said amount shall be transferred to common liquidation fund. അപ്പോൾ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറലിൻ്റെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽ ഒരു ഫൈനാൻസിങ് ബാങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ കോമൺ ലിക്വിഡേഷൻ ഫണ്ട് എന്നാണ് പറയുക, അതിലേക്ക് 3 വർഷത്തിന് ശേഷം തുക ബാക്കി ഉണ്ടെങ്കിൽ, ആ 3 വർഷ കാലാവധിക്ക് ശേഷം തുക ബാക്കി ഉണ്ടെങ്കിൽ ആ കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് അത് മാറ്റാം എന്നായിരുന്നു. അത് ആ 3 വർഷം എന്നുള്ളത് മാറ്റി 2 വർഷം എന്നാക്കി. അതാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പം ഇൻ റൂൾ 69 in clause 1 of sub rule 10 for the words 3 years, the words 2 years shall be substituted. ആ 3 വർഷം എന്നുള്ളത് 2 വർഷം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്ത് മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് റൂൾ 12 12ാമത്തെ സബ് റൂളിൽ, ഈ 69ാമത്തെ റൂളിൽ തന്നെ 12ാമത്തെ സബ് റൂളിൽ വന്നിരിക്കുന്ന മാറ്റം. ഫോർ സബ് റൂൾ 12 ദ ഫോളോയിങ് സബ് റൂൾ ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ അത് നിലവിലുള്ള അതിന് പകരമായിട്ട് ചേർത്തിരിക്കുകയാണത്. അതായത് ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിതിൻ എ പീരീഡ് ഓഫ് 2 years from the date of his appointment. If the liquidation proceedings could not be completed within such a period of 2 years for the reasons beyond the control of liquidator, he may apply to the government through registrar with sufficient reasons for extending the period of liquidation for a maximum of 1 year. In the case of existing liquidation cases pending for more than 2 years, liquidation proceedings shall be completed within 1 year from the date of commencement of the Kerala Cooperative Societies Amendment Act 2023, that is Act 9 of 2024. ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള അമെൻഡ്മെൻറ്റ്. അതായത് നേരത്തെ ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിതിൻ എ പീരീഡ് ഓഫ് 3 years എന്നായിരുന്നു. 3 വർഷത്തിനകം, അത് ലിക്വിഡേഷൻ നടപടികൾ 3 വർഷത്തിനകം പൂർത്തിയായില്ലെങ്കിൽ അത് രജിസ്ട്രാർ വഴി സർക്കാരിനോട് അപേക്ഷിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങാം എന്നായിരുന്നു പറയുന്നത്. 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ഇഫ് ദ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് കുഡ് നോട്ട് ബി കംപ്ലീറ്റഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫോർ റീസൺസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ലിക്വിഡേറ്റർ, ലിക്വിഡേറ്ററുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങളാൽ ആ നടപടികൾ നീണ്ടുപോവുകയാണെങ്കിൽ he may apply to the registrar with sufficient reasons for extending the period of liquidation. ലിക്വിഡേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ രജിസ്ട്രാറോട് അപേക്ഷിക്കാം.
In the case of existing liquidation cases pending for more than 3 years, shall be completed in 1 year from the date of commencement of Kerala Cooperative Societies Amendment Act 1999 എന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ലിക്വിഡേഷൻ നടപടികൾ 3 വർഷത്തിന് അകം പൂർത്തീകരിക്കണം എന്നുള്ളത് മാറ്റി 2 വർഷത്തിനകം പൂർത്തീകരിച്ചിരിക്കണം. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ലിക്വിഡേഷൻ നടപടികൾ 2 വർഷത്തിനകം പൂർത്തീകരിച്ചിരിക്കണം. ഇനിയും അത് പൂർത്തിയായില്ലെങ്കിൽ രജിസ്ട്രാർ വഴി സർക്കാരിലേക്ക് ലിക്വിഡേറ്റർ അപേക്ഷിച്ച് അതിൻ്റെ കാരണങ്ങൾ ബോധിപ്പിച്ച് അത് 1 വർഷം വരെ ദീർഘിപ്പിച്ച് സർക്കാരിന് നൽകാം. ഇനി 2 വർഷത്തിലധികം പഴക്കമുള്ളത് 2023 നിയമ ഭേദഗതിക്ക് ശേഷം 1 വർഷത്തിനകം പൂർത്തീകരിക്കേണ്ടതാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ലിക്വിഡേഷൻ സംബന്ധിച്ച് വന്നിരിക്കുന്ന റൂൾ 69 സബ് റൂൾ 10 സബ് റൂൾ 12 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് 12ാമത്തെ ചാപ്റ്ററിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അതായത് 12ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അപ്പീൽ റിവിഷൻ റിവ്യൂ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ 123ാമത്തെ റൂള്, അത് പ്രധാനമായിട്ടും ഫീസ് സംബന്ധിച്ചുള്ളതാണ്. ഫീസ് ഫോർ അപ്പീൽസ് റിവിഷൻ ആൻഡ് റിവ്യൂ. അപ്പീൽ റിവിഷൻ റിവ്യൂ ഇതിൻ്റെയൊക്കെ ഫീസ് സംബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് റൂൾ 123. നിലവിൽ പറഞ്ഞിരിക്കുന്നത്, in appeals and or application before the tribunal, the fees at the following rates shall be paid by the appellants or the applicants as the case may be. An appeal under section 82, monetary disputes, 5% of the amount involved subject to a minimum of rupees 200 and maximum of rupees 2000. അതായത് ട്രൈബ്യൂണൽ മുൻപാകെയുള്ള അപേക്ഷകളിൽ ഇനി പറയുന്ന ഫീസ് ആണ് അടയ്ക്കേണ്ടത്. അത് സെക്ഷൻ 82 പ്രകാരമുള്ള അപ്പീലാണെങ്കിൽ, അത് മോണിറ്ററി ഡിസ്പ്യൂട്ട് പണപരമായ തർക്കങ്ങളാണെങ്കിൽ, അങ്ങനെയുള്ള പണപരമായ തർക്കങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള തുകയുടെ 5% എന്ന നിരക്കിൽ കുറഞ്ഞത് 500 രൂപയും കൂടിയത് 3000 രൂപയും എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നിലവിലത് നമ്മളിപ്പോൾ കണ്ടു, മിനിമം 200 രൂപയും മാക്സിമം 2000 രൂപയായിരുന്നു. അത് മാറ്റി മിനിമം 500 രൂപയും മാക്സിമം 3000 രൂപയായി. അപ്പോൾ ട്രൈബ്യൂണൽ മുൻപാകെയുള്ള അപേക്ഷകളിലാണ് അത് മോണിറ്ററി ഡിസ്പ്യൂട്ടായിരിക്കണം, സെക്ഷൻ 82 പ്രകാരമുള്ള അപ്പീലായിരിക്കണം. അതിലാണ് ഈ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ഈ സെക്ഷൻ 82 പ്രകാരമുള്ള മാറ്റങ്ങൾ എന്ന് ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ട്രൈബ്യൂണൽ മുമ്പാകെയുള്ള അപേക്ഷകളിൽ സെക്ഷൻ 82 പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പീൽസ് ടു ട്രൈബ്യൂണൽ എന്നുള്ള വകുപ്പാണ് സെക്ഷൻ 82. അപ്പോൾ എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ആൻ അവാർഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 70 ഓർ ആൻ ഓർഡർ ഓഫ് registrar made under clause 2 of subsection 8 or clause 2 of subsection 9 of section 14 or any decision of the registrar made under subsection of subsection 6 of section 70 or
any decision under subsection 6 of section 70 of the person invested with powers in that behalf by the government, or any award of the arbitrator under subsection 6 of section 70 may within 60 days from the date of such decision or award, as the case may be, appeal to the tribunal, and the tribunal may pass such orders on the appeals as it may deem fit. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 82 ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അങ്ങനെയുള്ള 82 പ്രകാരമുള്ള ട്രൈബ്യൂണൽ മുമ്പാകെയുള്ള അപേക്ഷകളിൽ മോണിറ്ററി ഡിസ്പ്യൂട്ടാണെങ്കിൽ, പണപരമായ തർക്കങ്ങളാണെങ്കിൽ അത് ഉൾപ്പെട്ടിട്ടുള്ള അത് തുക എത്രയാണോ ആ തുകയുടെ 5% എന്ന നിരക്കിൽ, അത് മാറ്റമൊന്നുമില്ല, നേരത്തെ 5% ആ 5% എന്നുള്ള നിരക്കിൽ കുറഞ്ഞത് 200 എന്നുള്ള മാറ്റി 500 രൂപയും പരമാവധി 2000 രൂപ എന്നുള്ളത് 3000 രൂപയുമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണെന്ന് വിചാരിക്കുക. ഈ ട്രൈബ്യൂണൽ മുമ്പാകെയുള്ള അപേക്ഷയിൽ സെക്ഷൻ 82 പ്രകാരമുള്ള അപ്പീൽ നോൺ മോണിറ്ററി പണപരമല്ലാത്ത തർക്കങ്ങളാണെങ്കിൽ, അത് തെരഞ്ഞെടുപ്പ് തർക്കങ്ങളാണെങ്കിൽ, ഇലക്ഷൻ ഡിസ്പ്യൂട്ടാണെങ്കിൽ അത് 2000 രൂപയായിരുന്നു, അത് വർദ്ധിപ്പിച്ചു 3000 രൂപയാക്കി മാറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ, തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ, ട്രൈബ്യൂണലിൻ്റെ ഫീസ് 2000 എന്നുള്ളത് മാറ്റി ആ റേറ്റ് 3000 ആക്കി മാറ്റി. അതുപോലെ അതർ ഡിസ്പ്യൂട്ട്സ് ആണെങ്കിൽ, മറ്റ് തർക്കങ്ങളാണെങ്കിൽ 500 രൂപയായിരുന്നു, അത് മാറ്റിയിട്ടിപ്പോൾ 750 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീസ് റേറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം തിരഞ്ഞെടുപ്പ് തർക്കങ്ങളാണെങ്കിൽ 3000 രൂപയും മറ്റ് തർക്കങ്ങളാണെങ്കിൽ 750 രൂപയുമാണ് ഫീസ്. ഇനി സെക്ഷൻ 84 പ്രകാരമുള്ള റിവിഷൻ, സെക്ഷൻ 85 പ്രകാരമുള്ള റിവ്യൂ, ഇതിൻ്റെ എല്ലാം ഫീസ് 325 രൂപ ആക്കി മാറ്റിയിട്ടുണ്ട്. പഴയ റേറ്റ് എന്ന് പറയുന്നത് 250 രൂപയായിരുന്നു. ഇൻ സബ് ക്ലോസ് ബി ഇൻ എൻട്രി ഫോർ ദ ഫിഗേഴ്സ്, സബ് ക്ലോസ് ഫിഗേഴ്സ് 2000, ദ ഫിഗേഴ്സ് 3 അത് പറഞ്ഞു. ഇൻ എൻട്രി 2 the figures 500, the figures 750 shall be substituted. അത് നമ്മൾ പറഞ്ഞതാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ. ഇനി സെക്ഷൻ 84, സെക്ഷൻ 85 ഈ വകുപ്പുകൾ പ്രകാരമുള്ള റിവിഷൻ, അതുപോലെ റിവ്യൂ, ഇതിൻ്റെ എല്ലാം ഫീസുകൾ 250 രൂപയിൽ നിന്നും 325 രൂപയായി മാറ്റി. For the figures 250, the figures 325 shall be substituted. In Rule 124A, അപ്പോൾ ആ 124A മുമ്പായിട്ടൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സെക്ഷൻ 85 പ്രകാരമുള്ള അപേക്ഷ ഉൾപ്പെട്ട ട്രൈബ്യൂണൽ മുമ്പാകെ രജിസ്ട്രാർ സമർപ്പിക്കുന്ന അപേക്ഷയ്ക്ക് ഫീസ് വേണ്ട. സെക്ഷൻ 85 പ്രകാരമുള്ള അപേക്ഷ ഉൾപ്പെടെ ട്രൈബ്യൂണൽ മുമ്പാകെ രജിസ്ട്രാർ സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് ഫീസ് വേണ്ട. നേരത്തെ എങ്ങനെയായിരുന്നു? പിന്നെ റൂൾ 124A എന്താണ് മാറ്റം? ഇൻ സബ് റൂൾ 1, റൂൾ 124A, for the words ₹2000, the words ₹4,500 shall be substituted. അപ്പോൾ സർക്കാരിലേക്കോ രജിസ്ട്രാർക്കോ സമർപ്പിക്കുന്ന അപ്പീലുകൾക്കും റിവിഷൻ അപേക്ഷകൾക്കുമുള്ള ഫീസാണ് റൂൾ 124A പറഞ്ഞിരിക്കുന്നത്. അതിൽ 124A ക്ലോസ് 1 സെക്ഷൻ 83 പ്രകാരം സംഘം ജീവനക്കാരൻ ആണെങ്കിൽ 2000 രൂപ ആയിരുന്ന ഫീസ് 4500 രൂപയാക്കി മാറ്റി. ഇനി മറ്റംഗങ്ങളാണെങ്കിൽ 5000 രൂപയായിരുന്നു, അതിന് മാറ്റമൊന്നുമില്ല, 5000 രൂപ തന്നെ, അത് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇനി റൂൾ 124A2 പറയുന്നു, സെക്ഷൻ 87 പ്രകാരം
സംഘം ജീവനക്കാരനാണെങ്കിൽ ₹1,500, അത് 1000 രൂപയായിരുന്നു. ഇൻ സബ് റൂൾ 2 ഫോർ ദ വേർഡ്സ് ₹1,000 ദ വേർഡ്സ് ₹1,500 ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. 1000 എന്നുള്ളത് 1500 രൂപയാക്കി മാറ്റി. ഏത് സെക്ഷൻ 87 പ്രകാരമുള്ള അപേക്ഷയാണെങ്കിൽ, സംഘം ജീവനക്കാരനാണെങ്കിൽ സർക്കാരിലേക്കോ രജിസ്ട്രാർക്കോ സമർപ്പിക്കുന്ന അപ്പീലുകൾക്കും റിവിഷൻ അപേക്ഷകൾക്കുമുള്ള ഫീസാണ് പറയുന്നത്. അത് സെക്ഷൻ 83 പ്രകാരമാണെങ്കിൽ സംഘം ജീവനക്കാരൻ 2000 രൂപ അടച്ചുകൊണ്ടിരുന്നിടത്ത് 4500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മറ്റംഗങ്ങൾക്ക് 5000 തന്നെയാണ്, മാറ്റമില്ല. ഇനിയും 124A സബ് റൂൾ 2 പറയുന്നു, സെക്ഷൻ 87 പ്രകാരം ഉള്ള ഫീസുകളാണെങ്കിൽ സർക്കാരിലേക്കോ രജിസ്ട്രാർക്കോ സമർപ്പിക്കുകയാണ് അപ്പീലുകൾക്കും റിവിഷൻ അപേക്ഷകൾക്കുമുള്ള ഫീസാണെങ്കിൽ, അത് സംഘം ജീവനക്കാരനാണെങ്കിൽ 1000 രൂപ അടച്ചിരുന്നിടത്ത് 1500 രൂപ അടയ്ക്കണം. മറ്റ് അംഗങ്ങൾക്ക് ഫീസിൽ മാറ്റമില്ല, 5000 രൂപ തന്നെയാണ്. ഇതാണ് ഈ ഫീസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അതായത് നമ്മൾ അപ്പീൽ റിവിഷൻ റിവ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിലെ റൂൾ 123യും റൂൾ 124A വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചെറിയ 2 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ലിക്വിഡേഷൻ സംബന്ധിച്ച് 69 എന്ന് പറയുന്ന റൂളിൽ വന്നിട്ടുള്ള മാറ്റവും, അതുപോലെ 69 റൂളിൽ സബ് റൂൾ 10 അതുപോലെ സബ് റൂൾ 12 വന്നിരിക്കുന്ന മാറ്റം, അത് ആ കാലപരിധി സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ അപ്പീൽ റിവിഷൻ റിവ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ട്രൈബ്യൂണൽ മുൻപാകെ അപേക്ഷ കൊടുക്കുമ്പോഴുള്ള ഫീസുകളുടെ മാറ്റം, അതുപോലെ തന്നെ സർക്കാരിലേക്കോ രജിസ്ട്രാർക്കോ സമർപ്പിക്കുന്ന അപ്പീലുകൾക്ക് റിവിഷൻ അപേക്ഷയ്ക്കുള്ള ഫീസിലുള്ള മാറ്റം എന്നിവയാണ് കണ്ടത്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. വരും പരീക്ഷകൾക്കെല്ലാം ഇത് ചോദിക്കും. പുതിയ ആക്ടിലെയും റൂളിലെയും അമെൻഡ്മെൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇനി വരുന്ന എല്ലാ സഹകരണ പരീക്ഷകളും ചോദ്യങ്ങൾ തയ്യാറാക്കുക. അത് എക്സാമിനേഷൻ ബോർഡിൻ്റെ ആണെങ്കിലും PSCയുടെ ആണെങ്കിലും എല്ലാ സഹകരണ മത്സര പരീക്ഷകൾക്കും ഈ അമെൻഡ്മെൻറ്റ് ബാധകമാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അതുകൊണ്ട് നമ്മൾ പഴയ വീഡിയോകളെല്ലാം നമ്മൾ കേൾക്കുക. കഴിഞ്ഞ പരീക്ഷകൾക്ക് അമെൻഡ്മെൻറ്റിലെ ആക്ടിലെ അമെൻഡ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ റൂൾസ് ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് റൂൾസ് അമെൻഡ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട്, അതായത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇനി മുതൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും ആക്ടിലെ മാത്രമല്ല റൂളിലെ അമെൻഡ്മെൻറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിധമായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കുക. പല പ്രാവശ്യം ഈ വീഡിയോ കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വിലയേറിയതാണ്, അതെല്ലാം ക്ഷണിച്ചുകൊള്ളുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.